അപ്പോൾ ഇന്ന് നമ്മുടെ ലാസ്റ്റത്തെ ദിവസമാണ്. നമ്മൾ കൽപ്പറ്റയിൽ നിന്ന് ഇറങ്ങി നമ്മൾ ഇന്ന് മുത്തങ്ങ വഴിയാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ ഒരു ദിവസം ഫുള്ള് യാത്ര ഉണ്ടായിരുന്നു. ഒരു 10 മണിക്കൂറോളം ഞങ്ങൾ യാത്ര ചെയ്തു. അപ്പോൾ കാടിൻ്റെ ഉള്ളിൽ കൂടെയാണ്. അപ്പോൾ മുത്തങ്ങ വഴി ബണ്ടിപ്പൂർ, അതുപോലെ തന്നെ ബത്തേരി, നിലമ്പൂർ, കോഴിക്കോട് ആ റൂട്ടിലാണ് ഞങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ തുടക്കത്തിൽ തന്നെ നമ്മുടെ ഈ ഒരു മുത്തങ്ങ ക്രോസ് ചെയ്യുമ്പോഴേക്കും ഞങ്ങൾ ആനേനൊക്കെ കണ്ടു. അപ്പോൾ ഞാൻ ആ കാഴ്ചകളൊക്കെ നിങ്ങൾ എന്തായാലും കാണിക്കണത്. ദേ ആന നിൽക്കണോ, ശരിക്കും കണ്ടോ, ഒരു 3-4 ആന കറക്റ്റായിട്ട് നമ്മൾ കറക്റ്റായിട്ട് നോക്കി തന്നെ ഇരിക്കണം കേട്ടോ. അതുകൊണ്ട് അങ്ങനെ നോക്കിയിരുന്നാൽ തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുള്ളൂ. പിന്നെ ആനേനെ കണ്ടു, അതുപോലെ തന്നെ പിന്നെ മാനുകൾ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു റൂട്ടിൽ ആനേനെ 2-3 പ്രാവശ്യം കണ്ടു. പിന്നെ ഇനി തൊട്ടടുത്ത് ലാസ്റ്റ് ആ ഒരു ക്രോസ് ചെയ്യണ സമയത്ത് ഉണ്ടായിരുന്നു ഈ ഒരു, എനിക്ക് തോന്നുന്നു ബണ്ടിപ്പൂർ ആ ഒരു ലൊക്കേഷനിലായിരുന്നു പിന്നെ ഞങ്ങൾ കണ്ടത് കേട്ടോ. അപ്പോൾ ശരിക്കും ഒരു ഈ കുറച്ചൊരു നമ്മൾ കറങ്ങി തിരിഞ്ഞ് ഒരു 4 മണിക്കൂർ എക്സ്ട്രാ ജേർണി ഉണ്ടായിരുന്നു. എന്നാലും ഈ ഒരു ദിവസം ശരിക്കും നല്ല എൻജോയ്മെൻ്റ് ആയിരുന്നു. ശരിക്കും കാടിൻ്റെ ഉള്ളിൽ കൂടെ പോകുമ്പോൾ പ്രത്യേക ഒരു ഫീലിംഗ് തന്നെയായിരുന്നു. പിന്നെ കുട്ടികൾക്കൊക്കെ പ്രത്യേകം നല്ല ഒരു എന്താ പറയുക, ഇഷ്ടമാണ്. ശരിക്കും നമുക്കായാലും ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ്. ഇതേ മാൻ പോകുന്നു കേട്ടോ, ഞാൻ കാണിച്ചു തരാം. മാൻ ഇടയ്ക്കിടയ്ക്ക് അതേ ക്രോസ് ചെയ്ത് ചാടി പോകുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമുക്ക് ഇവിടെയൊന്നും സ്റ്റോപ്പ് ചെയ്യാൻ പാടില്ല. സ്റ്റോപ്പ് ചെയ്ത് അതുപോലെ തന്നെ ഫോട്ടോസ് അങ്ങനെ അത്രയും അലൗഡ് അല്ല. നമ്മുടെ വണ്ടി തിരിച്ച് നിർത്താനും പാടില്ല. അപ്പോൾ ഞങ്ങൾ അങ്ങനെ നിർത്തിയൊന്നുമില്ല, ജസ്റ്റ് സ്ലോ ചെയ്ത് പോവാണ്. ഇതേ ഇപ്പോൾ ക്രോസ് ചെയ്ത് പോയി മാൻ. പിന്നെ മാനുകളൊക്കെ ഇഷ്ടം പോലെ ഒരേ സ്ഥലത്തും നിറയെ കൂട്ടായിട്ട് മാനുകൾ. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു കുരങ്ങുകളും ഈ ഒരു സിംഹവാലം പോലത്തെ കുരങ്ങുകളൊക്കെ ഉണ്ടല്ലോ. സിംഹവാലം അല്ലാന്ന് തോന്നുന്നു, പക്ഷേ സാധാരണ കുരങ്ങല്ലാത്ത രീതിയിൽ വേറൊരു രീതിയിലുള്ള കുരങ്ങ. അപ്പോൾ അതൊക്കെ കുറേ ഉണ്ടായിരുന്നു. പിന്നെ എന്താ ഞങ്ങൾ കണ്ടത്, ആന കണ്ടു, കാട്ടുപന്നി കണ്ടു, അങ്ങനെ കുറേ കാര്യങ്ങൾ കണ്ടു. പിന്നെ മയിലുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു വയനാട് പോകുന്നവരാണെങ്കിൽ നിങ്ങൾ പോകുന്ന വഴിക്ക് വേണ്ട, പക്ഷെ വരുന്ന വഴിക്ക് ഇങ്ങനെ ഒരു യാത്രയായാൽ കുറച്ചും കൂടിയും എക്സൈറ്റ്മെൻ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഞങ്ങൾ കസിൻസൊക്കെ ഉള്ളതുകൊണ്ട് ഭയങ്കര രസമായിരുന്നു ശരിക്കും. അങ്ങനെ പിന്നെ എല്ലാവർക്കും അങ്ങനെ അത്ര പേടിയുള്ള കൂട്ടത്തിലൊന്നും ആയിരുന്നില്ല. അപ്പോൾ ശരിക്കും നന്നായിട്ടും എൻജോയ് ചെയ്തു. പിന്നെ ശരിക്കും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലങ്ങളാണ്, നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം. ശരിക്കും നല്ല ഭംഗി. ശരിക്കും നമുക്ക് ഈ ഒരു യാത്ര ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര റിലാക്സ്ഡ് ആവും. ശരിക്കും എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു കാട്ടിൻ്റെ ഉള്ളിലേക്ക് പോകുമ്പോൾ പിന്നെ ഭയങ്കര സ്പീഡിലൊന്നും ഓടിക്കില്ല. നമ്മൾ ആ ഒരു ബ്യൂട്ടി കണ്ട് വളരെ സ്ലോയിലാണ് ശരിക്കും എൻജോയ് ചെയ്തിട്ടാണ് ഞങ്ങൾ ഇതേ പോയത്. ഇതാണ് ഞാൻ പറഞ്ഞത് രണ്ടാമത് ആന കണ്ടുവന്ന്. അപ്പോൾ ഞങ്ങളുടെ കാറിൻ്റെ തൊട്ടടുത്ത് തന്നെയായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് ശരിക്കും നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതും വളരെ ഒരു ശരിക്കും നല്ലൊരു അനുഭവമായിരുന്നു. കണ്ടോ, കൂട്ടായിട്ട് നമുക്ക് ചെറിയ കുഞ്ഞ് ആന വരെ ഉണ്ടായിരുന്നു, 4 ആനകൾ. അപ്പോൾ അതും കുട്ടികൾക്കൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആയി. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. അതുകൊണ്ട് തുടക്കത്തിൽ തന്നെ ഞങ്ങൾ ഈ ഒരു മുത്തങ്ങ ക്രോസ് ചെയ്യുമ്പോഴേക്കും ആനേനെ കൊണ്ടുകൊണ്ട് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിപ്പോയി. ഇതാണ് ഞാൻ പറഞ്ഞത്, സിംഹവാലൻ അല്ലാന്ന് തോന്നുന്നു, എൻ്റെ പേര് കറക്റ്റായിട്ട് എനിക്കറിയില്ല. എന്നാലും നല്ല വലിയ വാലുള്ളത് കണ്ടോ. ഈ ഒരു ടൈപ്പ് കുരങ്ങ് കുറേ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, മുത്തങ്ങ ക്രോസ് ചെയ്യുമ്പോഴേക്കും ആനേനെ കണ്ടുകൊണ്ട് എല്ലാവർക്കും ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. അല്ലെങ്കിൽ പിന്നെ എല്ലാവരും ചിലപ്പോൾ ഇത്രയും ദൂരമൊന്നും എഴുന്നേറ്റിരിക്കില്ല, ഉറങ്ങിയേനെ. പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ എന്താ ചെയ്തതെന്ന് വെച്ചാൽ, ഞങ്ങൾ ഫുഡ് അവിടെ ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾ സുൽത്താൻ ബത്തേരിയിൽ നിന്ന് കോഫി ഹൗസിൽ നിന്ന് കഴിച്ച്. പിന്നെ ഇവിടെ ഈ ഒരു സ്ഥലത്ത് ഒരു ആന ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ അധികം കണ്ടില്ല. കുറേ പേര് വണ്ടി ഇങ്ങനെ സ്ലോ ചെയ്യണ കണ്ടപ്പോൾ ഞങ്ങൾ നോക്കി. പിന്നെ ലാസ്റ്റാണ് കണ്ടത്, അങ്ങ് അറ്റത്ത് ഒരു ആന നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ സുൽത്താൻ ബത്തേരിയിൽ നിന്ന് കോഫി ഹൗസിൽ നിന്ന് കഴിച്ചു. നന്നായിട്ട് ഭക്ഷണം കഴിച്ചു കേട്ടോ. ഒരു 2 നെയ്റോസ്റ്റും അങ്ങനെ എല്ലാവരും നല്ല ഫില്ലാക്കിയിട്ടുണ്ടായിരുന്നു. എന്താ വെച്ചാൽ നമുക്ക് ഉച്ചയ്ക്കൊന്നും അധികം കഴിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് അങ്ങനെ പിന്നെ ഞങ്ങൾ കുറച്ച് ബ്രെഡും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ്, ബ്രെഡ് ബട്ടർ അതൊക്കെ കരുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞങ്ങൾക്ക് അങ്ങനെ വിഷമമില്ല. ഏകദേശം എല്ലാവരും നന്നായിട്ട് ഭക്ഷണം കഴിച്ചിട്ടാണ് ഇറങ്ങി. അതുകൊണ്ട് അത്ര കുഴപ്പമുണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ ഇടയിൽ വെച്ചിട്ട് പിന്നെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കാറിൽ തന്നെ ഇരുന്ന് കഴിച്ചു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ സാധാരണ ഈ ഒരു കാടൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ എല്ലാവർക്കും ഇൻട്രസ്റ്റൊക്കെ പോയി തുടങ്ങി. പിന്നെ കുറച്ച് നേരം എല്ലാവരും ഉറങ്ങി. പിന്നെ അങ്ങനെ ഡ്രൈവ് ചെയ്തു അങ്ങനെ. പക്ഷേ ശരിക്കും ഒരു നല്ലൊരു രസമുള്ള ഒരു ദിവസമായിരുന്നു. പിന്നെ ഞങ്ങൾ
ഈ ഒരു ഇറക്കം ശരിക്കും നല്ലൊരു രസമായിരുന്നു. നിലമ്പൂറൊക്കെ വരുമ്പോൾ ആ റോഡൊക്കെ ശരിക്കും അടിപൊളി റോഡുകളായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് കുറച്ചൊരു റോഡ് പണി കിട്ടിയത് ഞങ്ങൾക്ക് കർണാടക അവിടെ കടന്നപ്പോൾ കുറച്ചൊരു ഗ്രാമം പോലത്തെ സ്ഥലങ്ങളിൽ കുറച്ചൊരു പണി തന്നു. അല്ലാതെ പിന്നെ റോഡുകളൊക്കെ നല്ല റോഡുകളായിരുന്നു. ശരിക്കും ഡ്രൈവ് ചെയ്യാനും ഒക്കെ ശരിക്കും നല്ല സുഖമുള്ള റോഡുകളാണ്. പിന്നെ കാഴ്ചകളൊക്കെ കണ്ട് പോയി കഴിഞ്ഞാൽ നമുക്കങ്ങനെ പിന്നെ നമുക്കൊരു ദിവസം ഫുള്ള് യാത്ര ചെയ്തു എന്നൊരു ഫീലിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഈ ഒരു ശരിക്കും നന്നായിട്ടും ഭംഗിയുള്ള സ്ഥലങ്ങളൊക്കെ കണ്ട് ഇങ്ങനെ ഓടിച്ചപ്പോൾ ശരിക്കും നല്ല രസമായിരുന്നു. ഈ ഒരു ഏരിയ ഒക്കെ ശരിക്കും നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ്. പിന്നെ ഇനി ഞങ്ങൾ ഏകദേശം ഈ ഒരു കാട് കടന്നപ്പോൾ തന്നെ ഞാൻ പറഞ്ഞല്ലോ ഞങ്ങൾ കുറച്ച് ഭക്ഷണമൊക്കെ കഴിച്ചു. പിന്നെ ഇടയിൽ കാട് കഴിഞ്ഞപ്പോൾ ഞങ്ങളൊന്ന് ജസ്റ്റ് ഇറങ്ങി ഒന്ന് ഫ്രഷായി. ഇവിടെയൊക്കെ നിറച്ച് മാനുകളൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഏകദേശം എനിക്ക് തോന്നുന്നു ഈ ഒരു ഏരിയയും കൂടിയും കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പിന്നെ കഴിഞ്ഞു കേട്ടോ. ഇനി ഞങ്ങൾ ഏകദേശം ഷൊർണൂർ ആ ഒരു ഭാഗത്തെത്തിയപ്പോൾ ചായ കുടിക്കാൻ കയറി. അധോലോകം എന്ന് പറഞ്ഞാൽ ഒരു അടിപൊളി സ്ഥലമായിരുന്നു കേട്ടോ. ഞങ്ങൾ അങ്ങനെ ബോർഡ് കണ്ടിട്ടൊന്നുമല്ല, ജസ്റ്റ് ഒന്ന് നിർത്തിയപ്പോൾ കയറിയതാണ്. പക്ഷേ നല്ല അടിപൊളി സ്ഥലമായിരുന്നു, നല്ല ആംബിയൻസ് ആയിരുന്നു, ശരിക്കും സൂപ്പറായിരുന്നു. അപ്പോൾ ഏകദേശം ഞങ്ങൾ ഇവിടെ എത്തിയതൊരു പാലോൾപ്പറമ്പ് എന്ന് പറഞ്ഞത് പാലാഴിപ്പറമ്പ് എന്തോ സംതിങ് അങ്ങനത്തെ ഒരു സ്ഥലമായിരുന്നു. എനിക്ക് ശരിക്കും കറക്റ്റായിട്ട് എൻ്റെ പേരറിയില്ല. അപ്പോൾ അവിടെ സ്നാക്സുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ എന്തായാലും ഭക്ഷണമൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പക്കുവട ഉണ്ടായിരുന്നു, സാധാരണ പക്കുവട, പിന്നെ ചിക്കൻ പക്കുവട. അതേ പാലാഴിപ്പറമ്പാണ് കേട്ടോ, അവിടെയാണ് നമ്മൾ ഇറങ്ങിയത്. അപ്പോൾ എന്നിട്ട് ഞങ്ങൾ കുറച്ച് ചായയും അതുപോലെ തന്നെ കുറച്ച് സംഭവങ്ങളൊക്കെ കഴിച്ചു. ഈ ഒരു ചിക്കൻ പക്കുവട കഴിച്ചിരുന്നു, അതും നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ശരിക്കും. പിന്നെ ഹോർലിക്സ് ആണ്. പിന്നെ അവരുടെ ഗ്ലാസ് കണ്ടോ, ശരിക്കും അധോലോകം എന്നൊക്കെ എഴുതിയിട്ടൊരു വെറൈറ്റി ആയിരുന്നു കേട്ടോ, നല്ല രസമായിരുന്നു. ചിക്കൻ പക്കോട കൊണ്ട് വെക്കേണ്ട താമസം എല്ലാവരും കൈയിട്ട് അത് ഫിനിഷാക്കി. പിന്നെന്താണ് കുറച്ച് ജ്യൂസ് എന്തോ മിൻറ്റ് ലൈം എന്തൊക്കെയാണ് പറഞ്ഞിരുന്നത് കേട്ടോ. അപ്പോൾ അതും നല്ല ഫുഡുമായിരുന്നു ശരിക്കും. പിന്നെ ഞങ്ങളധികം ഹെവിയിൽ കഴിക്കാൻ നിന്നില്ല, ഒരു ചിക്കൻ പക്കോട ഞാൻ പറഞ്ഞ്. പിന്നെ അവിടുത്തെ ഈ ഒരു ചായക്കട സെറ്റപ്പ് ആയിരുന്നു കേട്ടോ ശരിക്കും. ഈ ഒരു പെയിൻറ്റിങ് ആണത് ശരിക്കും. പിന്നെ ഇവിടെ ഒരു ബെഞ്ചൊക്കെ ഇട്ടിട്ടുണ്ട് നമുക്ക് ഇരിക്കാനും. ശരിക്കും നല്ല ഭംഗിയുള്ളൊരു സ്ഥലം തന്നെയായിരുന്നു. നമുക്ക് ഒരു വെറൈറ്റി ആയിട്ട് ഇരുന്ന് ചായ പണ്ടത്തെ ശരിക്കും നല്ല രസമായിരുന്നു. നമ്മൾ പണ്ട് സിനിമയിലൊക്കെ കാണുന്ന രീതിയിലുള്ള ഒരു സെറ്റപ്പായിരുന്നു. അപ്പോൾ അവിടേക്ക് ഇരുന്ന് ഞങ്ങൾ ചായയൊക്കെ കുടിച്ചു, പിന്നെ ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോൾ നല്ല ഒരു രസമായിരുന്നു. പിന്നെ ഞങ്ങൾ ഭക്ഷണം എല്ലാവർക്കും വിശക്കുന്നുണ്ടായിരുന്നു, എന്നാലും അധികം ചായ മാത്രം ഒന്ന് ഡ്രൈവ് ചെയ്യാൻ കുറച്ച് ഈസി ആവാൻ വേണ്ടിയിട്ട് ചായ മാത്രം കുടിച്ചുള്ളൂ. പിന്നെ ഞങ്ങൾ രാത്രി എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നെഹദി ഉണ്ടല്ലോ തൃശ്ശൂർ, അവിടെ പോയിട്ട് നന്നായിട്ടും ഗ്രാൻഡായിട്ട് കഴിച്ചിട്ടാണ് ഞങ്ങളുടെ ഈ ഒരു വയനാട് ട്രിപ്പ് അവസാനിപ്പിച്ചത്. അപ്പോൾ എല്ലാവരും പിന്നെ നേരെ അതുകൊണ്ട് 5-6 മണിയായല്ലോ. ഇനി ഞങ്ങൾ ഏകദേശം ഒരു 8 മണിയോടുകൂടി നമ്മൾ തൃശ്ശൂരെത്തും. അതുകൊണ്ട് എല്ലാവരും ഹെവി ആക്കാൻ നിന്നില്ല, ജസ്റ്റ് ഈ ഒരു കോഫിയും പിന്നെ ആ ഒരു ചിക്കൻ പക്കോടയും മാത്രമാണ് കഴിച്ചത്. നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഇവിടുത്തെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി. ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുത്തിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ നേരെ നെഹദി വിട്ടു. നെഹദി മന്തി, കുഴിമന്തി, എല്ലാവരും കുഴിമന്തിയൊക്കെ കഴിച്ച് ഏകദേശം ഒരു 10 മണിയോട് കൂടി നമ്മൾ 10 മണി 10:30 ആയെന്ന് തോന്നുന്നു വീട്ടിലെത്തുമ്പം. 10 മണി 10:30 കൂടി നമ്മൾ വീട്ടിലെത്തി. അങ്ങനെ നമ്മുടെ ട്രിപ്പ് ഇവിടെ അവസാനിച്ചു. അപ്പോൾ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഈ ഒരു ട്രിപ്പിൻ്റെ കാര്യങ്ങളൊക്കെയാണ് ഇട്ടിരുന്നത്. ഇനി നമുക്ക് സാധാരണ പോലെ വീണ്ടും നമുക്ക് നമ്മുടെ ഈ ഒരു വെയ്റ്റ് ലോസ് ജേർണി അതുപോലെ തന്നെ ഹെയർ കെയറൊക്കെ വീണ്ടും നമുക്ക് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ ഈ ഒരു പുതുവർഷമായിട്ട് നമുക്ക് കുറച്ചും കൂടി ഉഷാറാക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ചും കൂടി ഒന്ന് നന്നായിട്ടുള്ള വെയ്റ്റ് ലോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ.